ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതപ്പം രാവിലെ 5 മണിയാണ്. അപ്പോൾ നമ്മളിതാ പുറത്തൊക്കെ നല്ല ഇരുട്ടാണ്. അപ്പം നമുക്കിനി രാവിലത്തെ പണികളെല്ലാം വേഗം ചെയ്യാം. അപ്പം ഞാൻ ഇന്ന് പ്ലാനിങ്ങോടെ ഒന്നുമല്ല ഇപ്പം രാവിലെ, കാരണം വൈകുന്നേരം ചെറിയ ആളെ പഠിപ്പിക്കാനൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഒന്നും സമയം കിട്ടാറില്ല. കുറേ സമയം അങ്ങനെ അങ്ങ് പോവും. അപ്പം പിറ്റേ ദിവസത്തേക്കുള്ള കട്ട് ചെയ്ത് വെക്കാനൊന്നും സമയം കിട്ടാറില്ല. എന്നാലും നമുക്ക് കട്ട് ചെയ്ത് വെച്ചില്ലെങ്കിലും പ്ലാനിങ്ങോടെ അല്ലെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് 7 മണിക്ക് തന്നെ പണികൾ തീർത്ത് ഫ്രീ ആവാൻ പറ്റും. അപ്പം അതിന് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ചെറിയ മോൾക്ക് എന്താണ് കൊണ്ടുപോകേണ്ടതെന്നുള്ളത് ഞാൻ തലേന്ന് ചോദിച്ചു നോക്കും. കാരണം കുട്ടികളാകുമ്പോൾ അവർ എല്ലാം ഒന്നും കഴിക്കില്ലല്ലോ. അപ്പോൾ മോള് UKG-യിലാണ് പഠിക്കുന്നത്. അപ്പം ഞാൻ മോൾ ഇന്നലെ പറഞ്ഞത് ഇടിയപ്പം കടലക്കറി മതി എന്നാണ്. അപ്പം ക്ലാസ്സിൽ ആരോ ഇടിയപ്പം കടലക്കറിയും കൊണ്ടുവന്നു തോന്നുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ മോൾക്ക് ഇടിയപ്പം കടലക്കറി മതി എന്ന് പറഞ്ഞു. അപ്പോൾ കടല തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പയറുകറി മതിയോ എന്ന് ചോദിച്ചപ്പം മനസ്സിലായിട്ട് സമ്മതിച്ചു കേട്ടോ. പയറുകറി പിന്നെ മോൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കറി വെച്ചാലും അത് റെഡ് കളറായിരിക്കണം. ചുവപ്പ് കളറുള്ള കറി മാത്രമേ കൂട്ടുള്ളൂ കേട്ടോ. അപ്പം എന്നോട് പറഞ്ഞു ചുമപ്പ് കറി ആണെങ്കിലേ കൂട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മോൾക്ക് ചെറുപയറിൽ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് കറി ഉണ്ടാക്കാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചെറുപയർ കുക്കറിൽ വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ നിന്ന് വേഗട്ടെ. നമുക്ക് കുക്കറിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓരോന്ന് വേവുന്നതിനനുസരിച്ച് അടുത്തടുത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ചെറുപയർ വെച്ചു, പിന്നെ ചോറ് തിളപ്പിക്കാൻ വെച്ചു, പിന്നെ ഞാൻ കുറച്ച് ചായ കുടിക്കാൻ വേണ്ടി കട്ടൻ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ രാവിലെ 5 മണിക്ക് എണീക്കുമ്പോൾ കട്ടൻ ചായയാണ് കുടിക്കാറുള്ളത്. പിന്നെ ചേട്ടനൊക്കെ എണീറ്റ് വരുമ്പോഴേ പാൽ ചായ എടുക്കാറുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ആവുന്ന സമയത്ത് നമുക്ക് വേഗം ഞാൻ മൂത്ത ആൾക്ക് ചോറും കറിയും ഒരു സൈഡ് ഡിഷും കൊണ്ടുപോകണം. അപ്പം മോൾക്ക് ചക്കക്കുരു മാങ്ങ ഉണ്ട്, മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പം അത് കൂടെ കൂട്ടിയിട്ട് ഒരുമിച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വേഗം ചക്കക്കുരു ഒന്ന് ചിരണ്ടി എടുക്കുകയാണ് കേട്ടോ. എന്തായാലും നമുക്ക് ഈ ചോറും ചായയും അതുപോലെ തന്നെ നമ്മുടെ ചെറുപയറും തിളയ്ക്കുന്ന സമയത്ത് നമുക്കൊരു ഗ്യാപ്പുണ്ട്. ആ സമയത്ത് ഞാൻ വേഗം ചക്കക്കുരു നന്നാക്കി എടുക്കുകയാണ്. അപ്പം നമ്മൾ ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യുക. അടുപ്പ് ഒഴിവാകുമ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയൊരു ഗ്യാപ്പ് ഇടും. ആ സമയത്ത് നമ്മൾ തലേന്ന് അരിഞ്ഞൊന്നും വെച്ചില്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ വേഗം അരിഞ്ഞെടുക്കുക. പിന്നെ അടുത്ത ടിപ്പ് ഞാൻ പറയാട്ടോ. ഇതാണ് നമ്മളൊന്ന് ചെയ്യേണ്ടത്. അപ്പം ഞാൻ വേഗം ചക്കക്കുരു ഒക്കെ ഒന്ന് നന്നാക്കി വേഗം എടുക്കുന്നുണ്ട്. അപ്പം നന്നാക്കി എടുക്കുമ്പോഴേക്കും നമ്മുടെ ഏതെങ്കിലും ഒരു അടുപ്പ് ഒഴിവായി കിട്ടും. അപ്പം നമ്മളവിടെ അടുത്ത എന്തെങ്കിലും വെച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ ചോറ് തിളച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം ചോറ് വാർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് വാർത്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് അടുത്ത പണിയിലേക്ക് വേഗം കിടക്കാം. അപ്പോഴത്തേക്കും ചായയും തിളച്ചു. അപ്പം ഞാൻ എത്ര തിരക്കാണെങ്കിലും ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ 2 മിനിറ്റ് ഒന്ന് കട്ടൻ ചായ കുടിച്ച് ഒന്ന് റിലാക്സ് ആയിട്ട് ഹാളിൽ പോയിരിക്കും കേട്ടോ. അതെനിക്ക് എല്ലാ ദിവസവും ഉള്ള ശീലമാണ്. എത്ര തിരക്ക് എനിക്ക് 2 മിനിറ്റ് ഒന്ന് പോയിട്ട് ഒന്ന് കട്ടൻ ചായ കുടിച്ച് 2 മിനിറ്റ് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു നല്ലൊരു സുഖം കിട്ടും. എത്ര തിരക്കാണെങ്കിലും നമുക്കൊന്ന് രാവിലെ ഒന്ന് 2 മിനിറ്റ് നമ്മൾക്ക് ഏത് രീതിയിലാണോ റിലാക്സേഷൻ കിട്ടുന്നത്, ചിലർക്കൊന്ന് പ്രാർത്ഥിക്കുന്നതിലായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് 2 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്നതിലായിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഒരു മനസ്സിന് സമാധാനം കിട്ടുന്നത് അതുപോലെ നമ്മൾ ചെയ്യുക. അപ്പോൾ ഞാൻ 2 മിനിറ്റ് ചായ കുടിച്ചിരുന്നതിന് ശേഷം വേഗം വന്നു. ബാക്കി ഇനി പണി ചെയ്തുകൊണ്ടാണ് കേട്ടോ ചായ കുടിയെല്ലാം. അപ്പോൾ അതാ നമ്മുടെ ആ സമയത്ത് നമ്മുടെ ചെറുപയർ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതവിടെ അടച്ചു വെച്ചു. ഇനി നമുക്ക് ആ കുക്കറിലേക്ക് നമ്മുടെ ചക്കക്കുരു പച്ചമുളകും ഒക്കെ കീറിയിട്ടുണ്ട് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്കത് വെന്ത് വന്നു. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തു, അത് വെന്ത് വന്ന സമയത്ത് ഞാൻ അച്ചിങ്ങയും നമ്മുടെ പച്ചക്കായൊക്കെ കൂടെ തോരൻ വെക്കാൻ വേണ്ടി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതാ ചക്കക്കുരു വെന്ത് കഴിഞ്ഞപ്പം അത് ഒരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ആ ഉപ്പുമാങ്ങയും കൂടെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് തേങ്ങയും ജീരകവും വെളുത്തുള്ളി എല്ലാം കൂടെ അരച്ചൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് ഇത്തിരി കടുകും പൊട്ടിക്കുമ്പോൾ കുറേ വെളിച്ചെണ്ണ വേണ്ടേ, അപ്പം വെളിച്ചെണ്ണ അധികം ഉപയോഗിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കറികളിലൊക്കെ ഒന്ന് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. കടുക് പൊട്ടിയാൽ നിൽക്കാതെ ചെറിയതായിട്ടൊന്ന് ഇറ്റിച്ചു കൊടുക്കും. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ തോരൻ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം ഞാൻ കറി ഇത് അടുപ്പത്തിൽ നിന്ന് മാറ്റിയിട്ടൊന്ന് അടച്ചു വെക്കണം. അടച്ചു വെച്ചിട്ട് ഇനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കട്ടെ. നമ്മൾ ഓരോന്ന് ഇതാവുന്നതിനനുസരിച്ച് മാറ്റി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് പണി കഴിയും കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ചെറുപയർ ഞാനിതാ
അത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തേങ്ങയും മുളക് പൊടി, മഞ്ഞപ്പൊടിയൊന്നും ചേർത്തില്ല, മഞ്ഞ കളർ മുളക് പൊടിയും കൂടെ ചേർത്ത് അരച്ചതിന് ശേഷം ഞാനിതാ പയറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് തിള വന്നപ്പോൾ ഞാനതും ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പിന്നെ കറി ഒക്കെ റെഡിയായി കിട്ടിയേ. അപ്പോൾ ആ സമയത്ത് ഞാൻ തോരൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പച്ചക്കായും പിന്നെ അച്ചിങ്ങയും കൂടെ ഒരുമിച്ച് അരിഞ്ഞിട്ട് തോരനത് ആ ചട്ടിയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ തോരനും റെഡിയായി കിട്ടി. അപ്പം നമ്മുടെ 3 ഇത് റെഡിയായി കിട്ടി. നമ്മുടെ അച്ചിങ്ങ പച്ചക്കായും കൂടെയുള്ള തോരനും ഉപ്പുമാങ്ങയും ചക്കക്കുരും കൊണ്ടുള്ള കറിയും അതുപോലെ തന്നെ ചെറുപയർ കറിയും റെഡിയായി കിട്ടി. ചോറ് നമ്മൾ തിളപ്പിച്ച് വാർത്ത് വെച്ചു, കുടിവെള്ളം തിളപ്പിച്ച് വാർത്ത് വെച്ചു. ഇനി നമുക്ക് വേണ്ടത് ഇടിയപ്പം ഉണ്ടാക്കുകയാണ്. അപ്പം ഞാനിതാ പൊടി വേഗം ചൂടുവെള്ളത്തിൽ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അവിടെ കുറച്ച് സമയം അടച്ചു വെക്കും കേട്ടോ, അതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി. അതിനുശേഷം അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇടിയപ്പത്തിന് അച്ചിലാക്കിയിട്ടൊന്ന്, ഞാൻ ഇഡ്ഡലി തട്ടിലാണ് അത് പിന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഇഡ്ഡലി തട്ടിൽ അതൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലി തട്ടിൽ അടുപ്പത്ത് വെച്ചിട്ട് ആവി കയറ്റിയെടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇതും റെഡി ആയിക്കോളും, നമ്മുടെ ഇടിയപ്പം റെഡി ആയിക്കോളും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് എല്ലാം കഴിയും. അപ്പം ഞാൻ ഈ ഇഡ്ഡലി തട്ടിൽ നമ്മുടെ ഇടിയപ്പം ആവി കയറുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് ഞാൻ വേഗം, നമുക്ക് ഇത്തിരി പാത്രം ഉള്ളത് വേഗം അങ്ങ് കഴുകി വെക്കും. അപ്പം നമുക്ക് ആ ഇഡ്ഡലി തട്ടിൽ ആവി കയറുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഗ്യാപ്പ് കിട്ടുമല്ലോ. പിന്നെ അതുപോലെ തന്നെ പാത്രവും കഴുകിക്കഴിഞ്ഞാൽ അതും കഴിഞ്ഞു. അതുപോലെ ഞാൻ ഒരു ടിപ്പ് ഞാൻ പറയാൻ മറന്നുപോയി. നമ്മൾ എന്തെന്ന് വെച്ചാൽ ഓരോന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ച് വേഗം എടുത്ത് വെക്കുക. അതുപോലെ തന്നെ തേങ്ങ വേഗം അത് വേകുന്ന സമയത്ത് ഒന്ന് ചിരകി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. എന്നിട്ട് ആ തേങ്ങ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇതിനും, ഇപ്പം പയറുകറിക്ക് ഒരു ഭാഗമാക്കി മാറ്റി, തോരനൊരു ഭാഗമാക്കി മാറ്റി, ചക്കക്കുരു മാങ്ങയ്ക്കും ഒരു ഭാഗമാക്കി മാറ്റി, അങ്ങനെ 3 ഭാഗങ്ങളാക്കി മാറ്റിയിട്ട് അത് ഓരോ കറികൾക്ക് വേഗം അരച്ച് ചേർത്തു. അപ്പം നമുക്ക് ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത്, അത് വേഗാവിൻ്റെ അടുപ്പിൽ വെക്കുമ്പോൾ ആ ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് നമ്മൾ വേറെ ഓരോ കാര്യങ്ങളും മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7 മണിക്ക് തന്നെ നമ്മൾ തലേന്ന് വെൽ പ്ലാൻഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അരിഞ്ഞൊക്കെ വെക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ ഗ്യാപ്പിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ 7 മണിക്ക് തന്നെ പണികൾ തീർക്കാൻ പറ്റും. അപ്പം ഞാനിതാ പാത്രം എല്ലാം കഴുകി കഴിഞ്ഞു. അപ്പം നമ്മളുടെ ഒരു ട്രിക്ക് അനുസരിച്ച്, ഒരു മാജിക്കൽ ടിപ്പ് നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പണികൾ തീർക്കാൻ പറ്റും. ലാഗ് വരാതെ വേഗം ഓരോ കാര്യം ചെയ്യുക. അതുപോലെ തേങ്ങയൊക്കെ ഒരുമിച്ച് ഇറങ്ങിയിട്ട് ഭാഗങ്ങളാക്കി ഓരോന്നിനും അരച്ച് ചേർക്കുക. കുക്കറിൽ അതുപോലെ തന്നെ ഓരോന്നോരോന്ന് വേഗം എടുത്ത് പിന്നെ വേകുന്നതിനനുസരിച്ച് മാറ്റി അടുത്തത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് നമ്മൾ പാത്രം വേഗം കഴുകിയെടുക്കുക. അങ്ങനെ എന്നിട്ട് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിടുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പണികൾ 7 മണിക്ക് തന്നെ തീർത്തിട്ട് കിച്ചണിന് പുറത്തിറങ്ങാൻ പറ്റും. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വേഗം ചെറിയ ആളെ ഒരുക്കണം, യൂണിഫോം തേച്ച് കൊടുക്കണം, പിന്നെ ഫുഡെല്ലാം അവർ രണ്ടുപേരുടെയും പാത്രത്തിലാക്കി വെക്കണം. ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്ത് വേഗം അവർക്ക് ഫുഡെല്ലാം ആക്കി കഴിക്കാനൊക്കെ കൊടുത്ത് സ്കൂളിലേക്ക് പറഞ്ഞു വിടാണ് ചെയ്യുക. പിന്നെ അതൊന്നും എടുക്കാൻ പിന്നെ നമുക്ക് സമയം കിട്ടില്ല, പിന്നെ തിരക്കായി പോവല്ലോ. ചെറിയ ആൾ ഒരുക്കണം, കുളിപ്പിക്കണം, പിന്നെ വേഗം ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കണം, പിന്നെ അവരുടെ ഫുഡൊക്കെ രണ്ടുപേരും പാത്രത്തിലാക്കിയിട്ട് അവർ പറഞ്ഞു വിടണം. അപ്പം അവർ പിന്നെ ചേട്ടനോട് സ്കൂട്ടറിലാണ് രണ്ടുപേരും പോവാറുള്ളത്. അപ്പം നമുക്ക് പണികളുണ്ടാവുന്ന അലക്കുക, പിന്നെ മിറ്റടിച്ച് വാരുക, അങ്ങനത്തെ പണികളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ അപ്പം അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഓരോ കാര്യങ്ങളും നമ്മൾ ടൈം നോക്കിയിട്ട് മാനേജ് ചെയ്തിട്ട് വേഗം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പണികളും 7 മണിക്ക് തന്നെ തീർത്ത് ഫ്രീ ആവാൻ പറ്റും. അപ്പം ഞാൻ ഈ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ സമയമായപ്പോഴേക്കും പിന്നെ നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടായെങ്കിൽ ബൈ.